നമ്മൾ പറയാറുണ്ട് കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ. ശ്രീമാൻ സുരേഷ് ഗോപി എവിടെ ഇറങ്ങിയാലും അവിടെ അമ്മമാരും പെൺകുട്ടികളും സ്ത്രീകളും ഒരുമിച്ച് വന്ന് അദ്ദേഹത്തിനെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ മകനെ പോലെ സ്നേഹിക്കുകയാണ്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് CITUവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ പ്രകാശത്തിന് നേരെ നോക്കിയിട്ട് നായ കുരയ്ക്കുന്നത് പോലെയേ ഞങ്ങൾ അതിനെ കണക്കാക്കിയിട്ടുള്ളൂ. ഇരിക്കേണ്ട ഒരു വ്യക്തി ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയാൻ ആ വ്യക്തിക്ക് അറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ മൃഗതുല്യമായിട്ട് പോലും കാണാൻ കേരളത്തിലെ ജനം തയ്യാറാകും എന്ന് ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള ആളുകളാണ്. ഞങ്ങളുടെ പണി അതല്ല. ഞങ്ങൾക്ക് ഈ CITU നേതാവൊന്നും ഒരു ഇരയേ അല്ല. അതിനൊരു മറുപടി പോലും പറയാൻ അർഹനല്ല. ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിക്കെതിരെ പ്രസംഗമോ അധിക്ഷേപമോ ആക്ഷേപമോ ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കും. ആശാ വർക്കർമാർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന് എഴുതി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യും. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി നദ്ദാജിയുമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമരത്തെ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നോക്കിക്കാണുന്നത്.